ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിക്കുവാൻ കഴിയുന്നവർ പോലും സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് ചിന്തിച്ച് നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് 121 സങ്കീർത്തനം ഒന്ന് വായിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ നിൻ്റെ സഹായം നീ ആശ്രയിക്കുന്ന വ്യക്തികളല്ല, നിനക്ക് ചുറ്റുമുള്ള ആരുമല്ല. നിൻ്റെ ജീവിതത്തിൽ സഹായം യഹോവയെങ്കിൽ നിന്ന് മാത്രമാകുന്നു. നീ ദൈവത്തെ മുറുകെ പിടിച്ചാൽ, ആ ദൈവത്തെ നീ ആശ്രയിച്ചാൽ, ആ ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് കാണുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നിനക്ക് സാധിക്കും. ഈ ലോകത്തിലെ ഒരു മനുഷ്യരിലും നീ ആശ്രയം വെക്കണ്ട. സഹായിക്കുന്നവർക്ക് പല പരിമിതികളുണ്ടായിരിക്കെ നിന്നെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. നിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കുവാൻ അവൻ്റെ കാത് മന്ദമായിട്ടില്ല. ഈ ദിവസങ്ങളിൽ നീ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തെ തന്നെ ആശ്രയിക്കുക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിൻ്റെ ഏത് ആവശ്യമാണെങ്കിലും, ഏത് പ്രയാസങ്ങളാണെങ്കിലും, എത്ര കഷ്ടതയുള്ളതാണെങ്കിലും ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്നിപ്പോൾ ഈ സമയം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നൊരു ദിവസമായി തീരട്ടെ. നിൻ്റെ ഏത് ആവശ്യത്തിനും ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, ദൈവത്തിൽ തന്നെ വിശ്വസിക്കുക. യേശു കർത്താവ് നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കും. നീ കാണാത്ത നന്മകൾ ഇനി നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കാൻ പോകുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആ നന്മയെ റിലീസ് ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.